ഇന്ത്യയുടെ ആകാശ യുദ്ധത്തിലെ കഴുകന്മാർ. വ്യോമസേനയുടെ കുന്തമുന, ഇന്ത്യയുടെ അഭിമാനവും തദ്ദേശീയ സാങ്കേതികവിദ്യയുടെ കരുത്തിന്റെ പര്യായമായിട്ടുള്ള തേജസ് യുദ്ധവിമാനം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുന്നു. ഏറെ പരീക്ഷണങ്ങളും സാങ്കേതിക കടമ്പകളും പിന്നിട്ട ശേഷം വീണ്ടും വിണ്ണിൽ വിസ്മയം തീർക്കാൻ ഒരുങ്ങുകയാണ് ഈ വജ്രായുധം. ഇന്ത്യയുടെ തേജസ്, ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ റഫേൽ, മിറാഷ് 2000, ജാഗ്വാർ, റഷ്യൻ കരുത്തനായ സുഖോയ് എന്നിവയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ആകാശയുദ്ധത്തിലെ പ്രധാന പോരാളികൾ. പഴയ തലമുറയിലെ യുദ്ധവിമാനമായ MiG-21 ഇന്ത്യൻ വ്യോമസേന വിട പറഞ്ഞു കഴിഞ്ഞു. പകരം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത തേജസ് യുദ്ധരംഗത്ത് സജീവമായി മാറുന്ന കാഴ്ചയാണ് നമുക്കിനി കാണാൻ കഴിയുന്നത്. 38 മുതൽ 40 വരെ തേജസ് Mk-1 യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ കൈവശമുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തേജസ് നേരിട്ട ചില സാങ്കേതിക വെല്ലുവിളികളും ഹാർഡ് ലാൻഡിങ്ങുകളും വിമാനത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. 2026 ഫെബ്രുവരിയിൽ നടന്ന അപകടവും തുടർന്നുണ്ടായ അന്വേഷണങ്ങളും മൂലം സുരക്ഷാ മുൻകരുതൽ എന്നതിൻ്റെ ഭാഗമായി 34ഓളം തേജസ് യുദ്ധവിമാനങ്ങളെ താൽക്കാലികമായി നിലത്തിറക്കിയിരുന്നു. ശേഷം വലിയൊരു പരീക്ഷണ ഘട്ടത്തിലൂടെ തന്നെയായിരുന്നു HAL മുന്നോട്ട് പോയത്. എന്നാൽ ഓരോ അപകടത്തെയും കൃത്യമായി വിശകലനം ചെയ്ത് പോരായ്മകൾ എന്തൊക്കെയെന്നുള്ളത് പഠിച്ചു പരിഹരിച്ച് തേജസ് അങ്ങനെ തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് തീർച്ചയായും നമ്മുടെ സാങ്കേതിക മികവിൻ്റെ ഉദാഹരണം കൂടിയാണ്. തേജസ് പടയ്ക്ക് വീണ്ടും ആകാശത്തേക്ക് പറക്കാൻ അനുമതി ലഭിച്ചതിൽ ഏറെ ആശ്വാസവും കരുത്തും തന്നെയാണ് ഭാരതത്തിന് ലഭിക്കുന്നത്. യൂറോപ്പിൽ നിന്ന് പശ്ചിമേഷ്യ വരെ യുദ്ധങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ് തുടങ്ങിയ അയൽക്കാരുമായുള്ള സംഘർഷങ്ങളുടെ സമയത്തും ഇന്ത്യക്ക് നിരന്തരമായ തയ്യാറെടുപ്പുകൾ ഇനി അനിവാര്യമാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഏപ്രിൽ 8 മുതൽ തേജസ് വിമാനങ്ങളുടെ ദൗത്യം പുനരാരംഭിക്കും എന്ന് തന്നെയാണ് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്നത്. പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ യാത്രയിലെ നിർണായകമായൊരു ചുവടുവയ്പായി തന്നെ ഈ തിരിച്ചുവരവിനെ പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. മുൻകാലങ്ങളിലുണ്ടായിട്ടുള്ള ചെറിയ പോരായ്മകൾ, വിള്ളലുകൾ അതൊക്കെ തന്നെ കൃത്യമായി പഠിച്ചു. എൻജിൻ ഫീഡ് പ്രശ്നങ്ങളും മറ്റും സാങ്കേതിക വിഷയങ്ങളും പൂർണ്ണമായും പരിഹരിച്ചുവെന്നാണ് HAL ചെയർമാൻ DK സുനിൽ ഉറപ്പു നൽകിയിരിക്കുന്നത്. ഇത് കേവലം ഒരു അറ്റകുറ്റപ്പണിയായി മാത്രമല്ല നോക്കിക്കാണേണ്ടത്, മറിച്ച് വിമാനത്തിൻ്റെ പ്രവർത്തനക്ഷമതയടക്കം വർദ്ധിപ്പിക്കാനുള്ള കരുത്തോടെയുള്ള ഒരു എഞ്ചിനീയറിംഗ് നീക്കം കൂടിയായിരുന്നു. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒറ്റ എഞ്ചിനുള്ള ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് വിഭാഗത്തിൽപ്പെട്ട യുദ്ധവിമാനം കൂടിയാണ് തേജസ്. HALഉം എയ്റോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസിയും സംയുക്തമായാണ് വ്യോമസേനയ്ക്ക് വേണ്ടി തേജസ് വിമാനം വികസിപ്പിച്ചത്. 1980കളിൽ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തായിരുന്നു തേജസ് പദ്ധതി എന്ന ഒരു പദ്ധതി തുടങ്ങാൻ തന്നെ തീരുമാനമെടുത്തത്. 2003ലാണ് ആദ്യ തേജസ് വിമാനം പറന്നുയർന്നതും. ഇതേ വർഷമാണ് വിമാനത്തിന് തേജസ് എന്ന പേരും നൽകിയത്. 4 പതിറ്റാണ്ടുകൾക്കിപ്പുറം ഇന്ത്യയുടെ പ്രതിരോധ നട്ടെല്ലായി തന്നെ തേജസ് മാറിയിരിക്കുന്നു. 2024 മുന്നേ തന്നെ 50,000-ലധികം മണിക്കൂർ സുരക്ഷിതമായി പറന്നുയർന്നു എന്ന റെക്കോർഡ് തന്നെ തേജസ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ലഘു യുദ്ധവിമാനങ്ങളുടെ പട്ടികയിൽ ഒന്നാമനായി തന്നെ കണക്കാക്കുന്നു. ഡർബി മിസൈൽ ഘടിപ്പിച്ച തേജസ് വിമാനത്തിൻ്റെ സ്ക്വാഡ്രൺ ആരെയും തന്നെ ശത്രുക്കളെ ഭയപ്പെടുത്തും. ശബ്ദത്തേക്കാൾ 4 മടങ്ങ് വരെ വേഗത്തിൽ കുതിക്കുന്ന ഇസ്രയേൽ നിർമ്മിത മിസൈൽ കൂടിയാണ് ഡർബി. അതിൻ്റെ ദൂരപരിധി ഏകദേശം 50 കിലോമീറ്ററോളം. 118 കിലോ ഭാരമുള്ള മിസൈലിന് 23 കിലോ പോർമുന വഹിക്കാനുള്ള ശേഷിയുമുണ്ട്. തൊടുത്ത ശേഷം ദിശ നിയന്ത്രിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയും വിധമുള്ള റഡാർ സംവിധാനം സജ്ജമാക്കിയ മിസൈലിനെ ഏത് കാലാവസ്ഥയിലും പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. അതിൻ്റെ പോർമുനയായി തേജസും മാറുന്നു. അങ്ങനെ 42 സ്ക്വാഡ്രണുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ പടിപടിയായി തന്നെ നീങ്ങുന്നു. MiG-21 വിരമിച്ചതിന് ശേഷം ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാന സ്ക്വാഡ്രണുകൾ വളരെ കുറവായിരുന്നു. തേജസ് പോലുള്ള ഒരു യുദ്ധവിമാന പ്ലാറ്റ്ഫോമിൻ്റെ അഭാവം പ്രതിരോധ വിദഗ്ധരെ വളരെയധികം ആശങ്കപ്പെടുത്തി. വിരമിക്കുന്ന പഴയകാല MiG-21 വിമാനങ്ങൾക്ക് പകരക്കാരനായി തേജസ് എത്തുമ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് ഇരട്ടിയാകുന്നു. നിലവിൽ വ്യോമസേന നേരിടുന്ന സ്ക്വാഡ്രണുകളുടെ കുറവ് നികത്താൻ തേജസിന് സാധിക്കുമെന്ന് തന്നെ വിലയിരുത്തുന്നു. 5 പുതിയ സ്ക്വാഡ്രണുകൾ കൂടി രൂപീകരിക്കുന്നതോടെ ഏഷ്യൻ മേഖലയിലെ ഏറ്റവും കരുത്തുറ്റ വ്യോമശക്തിയായി ഇന്ത്യ മാറും. തേജസിൻ്റെ പുതിയ വകഭേദങ്ങളായിട്ടുള്ള മാർക്ക് 2 ഉൾപ്പെടെയുള്ളവ വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ പ്രഹരശേഷി വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ ദുബായ് എയർ ഷോയിൽ ഉൾപ്പെടെ തേജസ് നടത്തിയ പ്രകടനങ്ങൾ അന്താരാഷ്ട്ര വിപണിയിലടക്കം ഇന്ത്യൻ നിർമ്മിത വിമാനങ്ങൾക്ക് വലിയ സ്വീകാര്യത നേടിത്തന്നു. ചില തിരിച്ചടികൾ ഉണ്ടായെങ്കിലും അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് കൂടുതൽ കരുത്തോടെ തിരിച്ചു വരാനുള്ള ഇന്ത്യയുടെ കഴിവ് തന്നെ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു. ഓരോ തടസ്സവും പുതിയൊരു കുതിച്ചുചാട്ടത്തിനുള്ള ഊർജ്ജമായി തന്നെയാണ് നമുക്കിതിലൂടെ പറയേണ്ടത്. വെല്ലുവിളികളെയൊക്കെ തന്നെ അവസരങ്ങളാക്കി മാറ്റി ആഗോള പ്രതിരോധ ഭൂപടത്തിൽ ഇന്ത്യ സ്വന്തമിടം ഊട്ടിയുറപ്പിക്കുകയാണ്. നമ്മുടെ സൈനികരുടെ വീര്യവും സാങ്കേതിക വിദഗ്ധരുടെ ബുദ്ധിശക്തിയും ചേരുമ്പോൾ തേജസ് എന്നും തന്നെ ഇന്ത്യയുടെ അഭിമാനമായി വാനിൽ തിളങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.